ഇനി നമുക്ക് പാലക്കാട് നിന്ന് വിനേഷ് കുമാറാണ് വിശദാംശങ്ങൾ നൽകുന്നത്. ഇത്തവണയും ഏറ്റവും എടുത്തു പറയേണ്ട പോരാട്ടം തന്നെയാണ് പാലക്കാട്. സ്വാഭാവികമായും അവിടെ NDAക്ക് ലഭിക്കുന്ന കുറച്ച് വോട്ടുകൾ ഉണ്ട്. ആ വോട്ടുകളിൽ കാര്യമായ മാറ്റമുണ്ടാകുമോ എന്നതുകൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ സിറ്റിംഗ് MP ആയിട്ടുള്ള VK ശ്രീകണ്ഠൻ ഇത്തവണയും മാറ്റുരയ്ക്കുമ്പോൾ LDF ആ കോട്ട തിരിച്ചു പിടിക്കാൻ വിജയരാഘവനെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. സജിത്, യെസ്, അതാണ് സാഹചര്യം. പാലക്കാട്ടെ കടുത്ത ചൂടിനിടയിലാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചരണം നടന്നത്. ഇന്ന് കൊട്ടിക്കലാശ ദിവസം. എന്തായാലും ആ ആവേശത്തിന് ഒരു കുറവും ഉണ്ടാവാൻ പോകുന്നില്ല. വിനേഷ് കുമാർ നമുക്ക് ഒപ്പമുണ്ട്. വിനേഷ്, പാലക്കാടൻ ചൂട്, ആ കാറ്റ്, അതിനിടയിലാണ് ഈ ആവേശം കൊടുമ്പിരി കൊണ്ടിങ്ങനെ മുന്നോട്ട് വരുന്നത്. ഇത്തവണ CPM അത് തിരിച്ചു പിടിച്ചേ പറ്റൂ എന്നതാണ് അവർ പറയുന്നത്. പക്ഷേ BJPയുടെ നീക്കങ്ങളും നിർണായകമാണ്. ശ്രീകണ്ഠന് എത്ര കണ്ട് വെല്ലുവിളിയാണ് ഈ തെരഞ്ഞെടുപ്പ്, ഒപ്പം അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം? വിനേഷ്. സജിത്ത്, 3 സ്ഥാനാർത്ഥികളും ഇപ്പോൾ നഗരത്തിലില്ല. ഒരാൾ മണ്ണാർക്കാടാണ്. LDF സ്ഥാനാർത്ഥിയായ വിജയരാഘവൻ മണ്ണാർക്കാടും UDF സ്ഥാനാർത്ഥിയായ ശ്രീകണ്ഠൻ പട്ടാമ്പിക്കും പോയിരിക്കുന്നു. ഒപ്പം തന്നെ NDA സ്ഥാനാർത്ഥിയായ C കൃഷ്ണകുമാർ മലമ്പുഴയിലാണുള്ളത്. നഗരത്തിൽ ഇന്ന് പ്രചരണ പരിപാടികളെല്ലാം തന്നെ ആരംഭിക്കുക ഉച്ചയ്ക്ക് ശേഷമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ നേതാക്കളും മറ്റുള്ള ആളുകളും ഉള്ള റോഡ് ഷോയും മറ്റു പരിപാടികളും എല്ലാം തന്നെ ഏകദേശം ഒരു 3 മണിയോടുകൂടി തന്നെയായിരിക്കും ഉണ്ടാവുക. കൊട്ടിക്കലാശത്തിന് കൃത്യമായി തന്നെ സ്റ്റേഡിയം ഗ്രൗണ്ടിലാണ് ഇതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുക. കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വലിയ പ്രതീക്ഷയാണ് ഈ LDF UDF ക്യാമ്പുകളിലുള്ളത്. BJP നമുക്കറിയാം, കഴിഞ്ഞ തവണ BJPക്ക് 2 ലക്ഷം വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. എങ്കിൽ പോലും ഒരു ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലം കൂടിയാണ് പാലക്കാട് എന്നുള്ളൊരു പ്രത്യേകത കൂടി ഇതിനകത്തുണ്ട്. എങ്കിൽ പോലും LDFന് കഴിഞ്ഞ തവണ കൈവിട്ട മണ്ഡലം, കാരണം മണ്ഡലത്തിലെ ഓരോ കണക്കുകളും പരിശോധിച്ചു കഴിഞ്ഞാൽ LDFന് അനുകൂലമായി എല്ലാ കാലങ്ങളിലും നിന്നിട്ടുള്ളൊരു മണ്ഡലമാണ്. പക്ഷേ വിജയരാഘവൻ സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ കുറച്ചുകൂടെ ജനകീയനായ ഒരാളെ കൂടി സ്ഥാനാർത്ഥിയാക്കിയാൽ നന്നായിരുന്നു എന്ന് പറയുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന ആളുകൾക്കിടയിൽ പോലും കുറച്ചും കൂടെ ജനകീയമായ ആളുകൾ ഇടപെടാൻ കഴിയുന്ന ഒരാളെ കൂടി ആയിരുന്നെങ്കിൽ ഈസിയായി ജയിക്കുമായിരുന്നു എന്ന് പറയുന്നവരുമുണ്ട്. പാർട്ടിക്കകത്തും പുറത്തുമൊക്കെ ഉണ്ട്. എന്തായാലും VK ശ്രീകണ്ഠൻ വളരെ ജനകീയനാണ്. കഴിഞ്ഞ 5 വർഷക്കാലം അദ്ദേഹത്തിന് എല്ലാ മണ്ഡലത്തിൽ സജീവമായി നിലനിൽക്കുകയും മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുകയും, അതായത് എല്ലാ പൊതുപരിപാടികളിലും സ്വകാര്യ പരിപാടികളിലും എല്ലാം തന്നെ തന്റെ സാന്നിധ്യം ഉറപ്പിക്കാനും അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് യഥാർത്ഥത്തിൽ LDFനുള്ളൊരു വെല്ലുവിളി. എന്തായാലും LDFന്റെ ശക്തമായ കോട്ടയാണെങ്കിൽ പോലും അത് കുലുക്കാൻ കഴിഞ്ഞ തവണ VK ശ്രീകണ്ഠന് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ ശബരിമല വിവാദം, രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലേക്കുള്ള വരവ്, ഇത്തരത്തിലുള്ളൊരു ട്രെൻഡാണ് അനുകൂലമായത് എന്ന് LDF പറയുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ ട്രെൻഡ് ഉണ്ടാവുന്ന കാലങ്ങളിൽ മാത്രമാണ് UDFന് ഇവിടെ വിജയിക്കാൻ കഴിയുക. അതുകൊണ്ട് തന്നെ ഇത്തവണ അത്തരത്തിലുള്ള ട്രെൻഡൊന്നുമില്ല എന്നാണ് LDF പറയുന്നത്. പക്ഷേ UDFന് വലിയ പ്രതീക്ഷകളുണ്ട്. കാരണം കഴിഞ്ഞ 5 വർഷക്കാലം ചെയ്ത പ്രവർത്തനങ്ങൾ തന്നെയാണ്. മറ്റൊന്ന് BJPയാണ്. BJPയിൽ വലിയ തോതിൽ അടിയൊഴുക്കുകൾ വോട്ട് ഉണ്ടാവുകയാണെങ്കിൽ അത് ഏറ്റവും ഗുണം ചെയ്യുക UDFനാണെന്ന കാര്യത്തിൽ സംശയവുമില്ല. ആ ഒരു LDFന് ആ ഒരു ആശങ്ക LDF ക്യാമ്പുകളിലുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിൽ BJPയിൽ നിന്ന് വോട്ടുകളുടെ അടിയൊഴുക്കുണ്ടാവുകയാണെങ്കിൽ അത് സ്വാഭാവികമായും VK ശ്രീകണ്ഠന് തന്നെയാണ് ലഭിക്കാനാണ് സാധ്യത. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും പാലക്കാട് പ്രവചനാതീതമാണ്. ആര് വാഴും ആര് വീഴും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നമുക്കൊരു ഉറച്ച തീരുമാനത്തിൽ. അങ്ങനെ പ്രവചനാതീതമായ ലോക്സഭാ സീറ്റ് പാലക്കാട് അവസാനവട്ട ഒരുക്കങ്ങളിൽ ആണ് പ്രധാനപ്പെട്ട മുന്നണികൾ. ഇന്ന് നടക്കുന്ന കൊട്ടിക്കലാശം ആവേശകരമാക്കുവാനുള്ള എല്ലാ ഒരുക്കങ്ങളും അവിടെ പൂർത്തിയായിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇപ്പോഴും ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ട കൊണ്ടിരിക്കുന്ന പ്രദേശം കൂടിയാണ് പാലക്കാട്. പക്ഷേ ആ പാലക്കാടൻ ചൂടിനും കാറ്റിനും ഒന്നും തടയാൻ പറ്റാത്ത അത്ര വലിയ പരസ്യ പ്രചാരണത്തിന്റെ കൊട്ടിക്കലാശത്തിലേക്കാണ് എല്ലാ മുന്നണികളും തയ്യാറെടുക്കുന്നത്. അവിടെ പാലക്കാട് നിന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതികരണം കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. സംസ്ഥാനത്തിന്റെ പൊതു സാഹചര്യം ഇത്തവണ ഇടതു മുന്നണിക്ക് അനുകൂലമെന്ന് പറയുന്നത് സംസ്ഥാന മന്ത്രി കൂടിയായ പാലക്കാട് നിന്നുള്ള MP രാജേഷാണ്. മാധ്യമങ്ങളുടെ അജണ്ടകളിലൊന്നും തെരഞ്ഞെടുപ്പ് ഇത്തവണ വീണുപോവില്ല, തങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാവില്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. കേൾക്കാം MP രാജേഷിന്റെ വാക്കുകൾ. തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ മറ്റ് ചിത്രവട്ടങ്ങളും ഇനി സംഭവിക്കാൻ പോകുന്നതും ട്രെൻഡും എന്താണ്, ഇത് സംബന്ധിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി മന്ത്രി MP രാജേഷ് ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. എങ്ങനെ പോകുന്ന കാര്യങ്ങൾ, ഇപ്പോൾ പുതിയൊരു ട്രെൻഡ് എന്താണ്, എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇടതുപക്ഷത്തിന് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് എന്ന് ഈ നീണ്ട 2 മാസത്തെ പ്രചരണത്തിന്റെ ഒടുവിൽ നിൽക്കുമ്പോൾ വളരെ ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയും.
അനേകം തെരഞ്ഞെടുപ്പുകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പല തെരഞ്ഞെടുപ്പുകളിൽ ഞാൻ വ്യക്തിപരമായി സ്ഥാനാർത്ഥിയായിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒരു വലിയ തരംഗം ഇന്ന് പ്രകടമാണ്. 2004 സമാനമാണ് സ്ഥിതി. ഇപ്പോൾ 2004 വാജ്പേയി ഗവൺമെന്റിനെ എങ്ങനെയും താഴെ ഇറക്കണമെന്ന ജനങ്ങളുടെ നിശ്ചയദാർഢ്യത്തിന്റെ ഫലമായിട്ടാണ് കേരളത്തിൽ അന്ന് 20ൽ 19 സീറ്റും ഇടതുപക്ഷം ജയിച്ചത്. ലീഗിന്റെ പൊന്നാപുരം കോട്ട എന്ന് കരുതിയ മഞ്ചേരി ഉൾപ്പെടെ 19 സീറ്റും അന്ന് LDF പിടിക്കുകയുണ്ടായി. അന്ന് ഇടതുപക്ഷത്തിന് അംഗബലം വർദ്ധിച്ചപ്പോഴാണ് എല്ലാ പ്രവചനങ്ങളെയും അപ്രസക്തമാക്കി അസ്ഥാനത്താക്കി വാജ്പേയി ഗവൺമെന്റിനെ പുറത്തു നിർത്തി ഒന്നാം UPA ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ഇടതുപക്ഷത്തിന് അത്രയും അംഗബലമെന്നില്ലെങ്കിൽ ഒന്നാം UPA ഗവൺമെന്റ് ഇല്ല. സമാനമാണ് ദേശീയ സാഹചര്യത്തിലെ സ്ഥിതി. അതുപോലെ തന്നെ കേരളത്തിലും അന്നത്തേത് പോലെ ഈ മോദി ഗവൺമെന്റിനെ പുറത്താക്കി ഒരു ബദൽ മതേതര ഗവൺമെന്റ് ഉണ്ടാക്കാൻ ഇടതുപക്ഷത്തിന്റെ മുഴുവൻ ആളുകൾ പോകണം എന്നൊരു മനോഭാവം വളർന്നു വന്നിട്ടുണ്ട്. കോൺഗ്രസിനോട് ഒരു വിശ്വാസക്കുറവ് വളരെ പ്രകടമാണ്. അത് സ്വാഭാവികവുമാണ്. കാരണം ഏറ്റവും ഒടുവിൽ ഇന്നലെ സൂറത്തിൽ നിന്ന് വന്ന വാർത്ത, കോൺഗ്രസ് സ്ഥാനാർത്ഥി കൂടി BJPയുമായി ഒത്തുകളിച്ച് നോമിനേഷൻ തള്ളാൻ സ്വയം സാഹചര്യമൊരുക്കി BJP എതിരില്ലാതെ ജയിച്ചു, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി BJPയിൽ പോയി എന്നതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത. അപ്പോൾ കോൺഗ്രസിനെ വിശ്വസിക്കാനാവില്ല എന്ന് ഉമർ ഫൈസി മുക്കം പറഞ്ഞതുപോലെ ഇടതുപക്ഷമാണ് സംഘപരിവാറുമായി ഫാസിസ്റ്റ് ശക്തികളുമായി സന്ധി ചെയ്യാത്തത് എന്ന വിശ്വാസം ആണ് എല്ലായിടത്തും പ്രകടമാകുന്നത്. പ്രധാനമായും നമ്മളിപ്പോൾ ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളാണ് തൃശ്ശൂർ, അതുപോലെ തന്നെ വടകര, തിരുവനന്തപുരമൊക്കെ. ഇവിടെ ഇപ്പോൾ വടകരയിൽ ഒരു നേരിയ മുൻതൂക്കം ഷാഫിക്ക് എന്നുള്ള രീതിയിൽ ചർച്ചകൾ സജീവമാണ്. സോഷ്യൽ മീഡിയയിലാണെങ്കിലും അവരവകാശപ്പെടുന്നു അങ്ങനെ തന്നെയാണ്. തൃശ്ശൂരിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. എങ്ങനെയാണ് ഈ മണ്ഡലങ്ങളെ വിലയിരുത്തുന്നത്? അല്ല, നിങ്ങൾ ഒരു നെറേറ്റീവ് സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. എല്ലാ തെരഞ്ഞെടുപ്പിലും നിങ്ങൾ മാധ്യമങ്ങൾ ഒരു നെറേറ്റീവ് സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ദയനീയമായിട്ട് പൊളിയുകയും ചെയ്യും. ഒരു ലജ്ജയുമില്ലാതെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇത് ആവർത്തിക്കും. ഇടതുപക്ഷ വിരുദ്ധ നെറേറ്റീവ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാധ്യമ പ്രവചനം അനുസരിച്ചാണെങ്കിൽ ഞാനിപ്പോൾ മന്ത്രിയായിരിക്കില്ലല്ലോ. ഞാനുണ്ടാവില്ല, റിയാസ് ഉണ്ടാവില്ല, രാജീവ് ഉണ്ടാവില്ല, MM മണി ഉണ്ടാവില്ല, ശൈലജ ടീച്ചർ ഉണ്ടാവില്ല. ശൈലജ ടീച്ചർ തോൽക്കും എന്ന് പറഞ്ഞ മാധ്യമങ്ങളാണ് കേരളത്തിലെ 64,000 വോട്ടിനാണ് വിജയിച്ചത്. അതുകൊണ്ട് നിങ്ങൾക്ക് അതുകൊണ്ട് പ്രയോജനങ്ങൾ ഉണ്ടാവും. മാധ്യമങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല പ്രയോജനം ഉണ്ടാവും. പരസ്യം ധാരാളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് നടക്കട്ടെ. അതിനുള്ള മറുപടി ജനം ഈ 20ൽ 20 തവണ ജയിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂരിന്റെയും വടകരയുടെയും കാര്യത്തിൽ പ്രത്യേകം ചോദിക്കേണ്ട കാര്യമേ വരുന്നില്ല. ഞാൻ പറഞ്ഞത് കേരളത്തിലെ മാധ്യമങ്ങളുടെ വിശ്വാസ്യത കൂടി തുറന്നു കാണിക്കപ്പെടുന്ന മറ്റൊരു തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും ഇത്. പക്ഷെ നിങ്ങളതുകൊണ്ട് എന്തെങ്കിലും പാഠം പഠിക്കുന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. നിങ്ങളിത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. കാരണം നിങ്ങൾക്ക് വിശ്വാസ്യതയിൽ ഇപ്പോ ഒരു വിലയും നിങ്ങൾ കൽപ്പിക്കുന്നില്ല. വിശ്വാസ്യത ആർക്ക് വേണം? അതിനേക്കാൾ വലിയ പ്രയോജനം അപ്പുറത്ത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇങ്ങനെയൊക്കെ എഴുതുന്നതുകൊണ്ട്. അതുപോലെ തന്നെ ഈ PV അൻവറിന്റെ ഒരു പ്രസ്താവന രാഹുൽ ഗാന്ധിക്കെതിരെ വന്നത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പൊതുപ്രവർത്തകൻ അതല്ലെങ്കിൽ ഒരു MLA ആയിരിക്കുന്ന ആളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നവരുമുണ്ട്. അതിലും മാധ്യമങ്ങളുടെ ഇരട്ടത്തപ്പ് കാണാം. ഞാൻ പറയുന്നത് ഇപ്പോൾ ശൈലജ ടീച്ചർക്കെതിരായിട്ട് വന്ന അധിക്ഷേപങ്ങളുണ്ടല്ലോ, ആ അധിക്ഷേപങ്ങളിൽ UDFനെ സഹായിക്കാൻ, അത് പരമാവധി മറച്ചുവെക്കാൻ ശ്രമിച്ച അതേ മാധ്യമങ്ങൾ തന്നെ ഇപ്പുറത്ത് നിന്ന് ചില തെറ്റായ വാക്കുകൾ വീണ് കിട്ടുമ്പോൾ അതിനെ ആഘോഷിക്കും. ടീച്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും മലക്കം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ വീണ്ടും പറഞ്ഞു അസംബന്ധമാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു മലക്കം മറച്ചില്ല. നിങ്ങൾ കണ്ടതല്ലേ ഷോബിൻ ആരാണ്? യൂത്ത് കോൺഗ്രസിന്റെ നാഷണൽ കോർഡിനേറ്റർ ഷോബിൻ ആരാണ്? അയാളല്ലേ ഈ പ്രചരണത്തിന് നേതൃത്വം കൊടുത്ത ആള്. യൂത്ത് ലീഗിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകർ എത്ര പേര് കസ്റ്റഡിയിലുണ്ട്? നിങ്ങൾ ഇപ്പോൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷത്തിനെതിരായിട്ടാണ്. അതിന്റെ പ്രയോജനം നിങ്ങൾ കൈപ്പറ്റിക്കോളൂ, ഒരു വിരോധമില്ല. എന്തായാലും വരുന്ന തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ, ദിവസങ്ങൾ മാത്രമാണ്, 2 ദിവസം മാത്രമാണുള്ളത്. പരസ്യമായ പ്രചരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ MP രാജേഷ് നിലപാട് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് 20 മണ്ഡലങ്ങളിലും വിജയിക്കാനുള്ള ഒരു സാധ്യത പറയുന്നുണ്ട്. ഒപ്പം തന്നെ മാധ്യമങ്ങൾ കൃത്യമായ അവരുടെ ഒരു അജണ്ട പ്രയോഗിക്കുകയാണ്. മാധ്യമങ്ങൾ ആദ്യം മുതൽ തന്നെ സ്വീകരിച്ചു വന്ന നിലപാട് ഇങ്ങനെയായിരുന്നു. ഇത്തവണയും മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പുണ്ട്. അതിനെ അദ്ദേഹം കൃത്യമായി തന്നെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. ക്യാമറാമാൻ പ്രജിത്തിനൊപ്പം S വിനേഷ് കുമാർ, News 18 പാലക്കാട്.
സംസ്ഥാനത്തെ മന്ത്രി കൂടിയായ MP രാജേഷ് മാധ്യമങ്ങളെ അടക്കം കുറ്റപ്പെടുത്തുന്നുണ്ട്. മാധ്യമങ്ങൾക്ക് അജണ്ടയുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എന്നതാണ് അദ്ദേഹത്തിന്റെ പരാമർശം. പക്ഷേ അതൊന്നും ആ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ പോകുന്നില്ല. ഇടതുമുന്നണിക്ക് കൃത്യമായ മേൽക്കൈ ഉണ്ടാകും എന്നുകൂടി ആവർത്തിക്കുകയാണ്. നമുക്ക്